യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഖജുരാഹോ ക്ഷേത്രങ്ങളുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഖജുരാഹോ എന്നാൽ ഒരു ക്ഷേത്രമല്ല, മധ്യപ്രദേശിലെ ഫത്തേപൂർ ജില്ലയിലെ ഒരു ഗ്രാമമാണ് ഖജുരാഹോ. ഈ ഗ്രാമം മുഴുവനായി ഖജുരാഹോ ക്ഷേത്രങ്ങൾ വ്യാപിച്ചു കിടക്കുകയാണ്. 84 ക്ഷേത്രങ്ങളും അതിൽ നിറയെ ശില്പങ്ങളുമുള്ള ഖജുരാഹോ ലോകത്തിലെ തന്നെ അത്ഭുതാവഹമായ ശില്പദർശനങ്ങളിൽ ഒന്നാണ്. ഖജുരാഹോ ഗ്രാമത്തിൽ പടിഞ്ഞാറ്, തെക്ക് കിഴക്ക് ഭാഗങ്ങളിലായി 3 ക്ഷേത്ര സമുച്ചയങ്ങളാണുള്ളത്. AD 1050 ചന്ദേല രാജവംശത്തിൻ്റെ കാലഘട്ടത്തിൽ ജൈന ഹിന്ദു വിശ്വാസപ്രകാരമാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. കാമസൂത്രത്തിലെ രതിശില്പങ്ങളുടെ വാസ്തുവിദ്യ കൊണ്ട് പ്രശസ്തമാണ് ഈ ക്ഷേത്രം. എന്നാൽ ഇതിലപ്പുറമായി എന്തെല്ലാം ഉണ്ടെന്നാണ് ഇന്ന് തിരയാൻ പോകുന്നത്. രതിശില്പങ്ങളും ദേവീദേവന്മാരുടെ നഗ്നമായ രതിക്രീഡകളും മികച്ച കരവിരുതോടെ ക്ഷേത്രത്തിൻ്റെ ചുമരുകളിൽ കുത്തിവച്ചിരിക്കുന്നത് വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ്. തൊള്ളായിരത്തി മുതൽ 1050 വരെയുള്ള കാലഘട്ടത്തിലാണ് ഖജുരാഹോ ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. നഗര വാസ്തുവിദ്യാ ശൈലിയിലുള്ള 85ഓളം ക്ഷേത്രങ്ങളാണ് അക്കാലത്ത് നിർമ്മിക്കപ്പെട്ടത്. എന്നാൽ അതിൽ 25ഓളം ക്ഷേത്രങ്ങൾ മാത്രമേ ഇന്ന് നിലനിൽക്കുന്നുള്ളൂ. അപ്സരസുകളുടെ രതിഭാവങ്ങളും ദൈനംദിന ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളും രംഗങ്ങളുമൊക്കെയാണ് ഈ ശില്പങ്ങളിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ബുന്ദേൽഖണ്ഡിലെ കാടുകൾക്കുള്ളിൽ നൂറ്റാണ്ടുകളോളം ഖജുരാഹോ ക്ഷേത്രങ്ങൾ മറഞ്ഞുകിടക്കുകയായിരുന്നു. പുരാവൃത്തവും കലയും നഗ്നമായ ലൈംഗികതയും ഒന്നിക്കുന്ന ഖജുരാഹോ ശില്പങ്ങൾ കണ്ടെടുക്കാൻ ഒടുവിൽ ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ എത്തേണ്ടി വന്നു. 1838 TS ബുഡ് ഖജുരാഹോ ക്ഷേത്രങ്ങളിലെ ശില്പവിസ്മയം കാണുന്നതും അതിൻ്റെ ശില്പവൈഭവം ലോകത്തെ അറിയിച്ചതും. നൂറ്റാണ്ടുകളുടെ പഴക്കമേറെയുണ്ടായിട്ടും ശൃംഗാരം വിടാത്ത അപ്സരസുകൾ നമ്മെ നോക്കി നിൽക്കുന്നത് കാണാം. ഒരു കാലത്ത് ഈന്തപ്പനകൾ നിറഞ്ഞു നിന്നിരുന്ന ഈ പ്രദേശം മധ്യകാലഘട്ടത്തിൽ ശക്തനായ ചന്ദേല രാജവംശത്തിൻ്റെ അധികാര കേന്ദ്രമായി മാറി. ഇന്നിവിടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് വിനോദ മേഖലയായി മാറിയതിൻ്റെ കാരണം അക്കാലത്ത് പണികഴിപ്പിച്ച ക്ഷേത്ര സമുച്ചയങ്ങളാണ്. മധ്യപ്രദേശിൽ ഗംഗാസമതലത്തിന് തെക്കും വാരാണസിക്ക് പടിഞ്ഞാറ് ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്ന ബുന്ദേൽഖണ്ഡ് വനമേഖലയ്ക്ക് നടുവിലാണ് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നൽകിയ ഖജുരാഹോ ക്ഷേത്ര സമുച്ചയം നിലകൊള്ളുന്നത്. പൗരാണിക ഭാരതീയ സംസ്കാരത്തിൽ രതിക്ക് നൽകിയിരുന്ന പ്രാധാന്യം വിളിച്ചോതുന്നതാണ് ഖജുരാഹോയിലെ ചുമർ ശില്പങ്ങൾ.
സ്ത്രൈണഭാവങ്ങളെ അതിൻ്റെ പരമാവധിയിൽ കൊത്തിയെടുക്കാൻ ശില്പികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്സരസുകളാണ് ഈ രതിവിസ്മയത്തിലെ നായികമാർ. ശൃംഗാരഭാവങ്ങൾ, കണ്ണെഴുതുന്നവൾ, കണ്ണാടി നോക്കുന്നവൾ, പ്രണയലേഖനം എഴുതുന്നവൾ, ചേല ചുറ്റുന്നവൾ, ആഭരണമണിയുന്നവൾ, നൃത്തം ചെയ്യുന്നവൾ, തിലകം ചാർത്തുന്നവൾ എന്നിങ്ങനെ എത്രയെത്ര സുന്ദരികളെയാണ് ആ ശില്പികൾ അനശ്വരമാക്കിയത്. ഖജുരാഹോ ക്ഷേത്രങ്ങൾ കണ്ടു തീർക്കാൻ ഒരു ദിവസം തന്നെ വേണ്ടിവരും. കാരണം ഓരോ ക്ഷേത്ര സമുച്ചയങ്ങളും ഓരോ ദിക്കുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. ഓരോന്നും ഏക്കറുകളോളം സ്ഥലങ്ങളിലായി പരന്നു കിടക്കുകയാണ്. ഖജുരാഹോ ശില്പങ്ങൾ എന്നാൽ രതിശില്പങ്ങൾ മാത്രമല്ല. ഇവിടുത്തെ ഒറ്റ ക്ഷേത്രങ്ങളിലും ദൈനംദിന പൂജ നടക്കുന്നില്ല. സന്ദർശകർക്ക് കണ്ട് മടങ്ങാം. ചില ശ്രീകോവിലിനുള്ളിൽ വെളിച്ചം പോലുമില്ല. ഈ വിഗ്രഹത്തിനെ നോക്കൂ. ഇതിൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ ഒറ്റക്കല്ലിലായി കൊത്തിവെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ തലഭാഗം ശിവനും ഉടൽഭാഗം ബ്രഹ്മാവും കാൽഭാഗം മഹാവിഷ്ണു കൃഷ്ണനെയുമാണ് പ്രതിനിധീകരിച്ചിട്ടുള്ളത്. ഇത് വരാഹ ക്ഷേത്രമാണ്. ഒറ്റക്കല്ലിലായി കൊത്തിവെച്ചിരിക്കുന്ന ഭീമൻ വരാഹത്തിൻ്റെ രൂപമാണിത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ വരാഹ വിഗ്രഹത്തിൻ്റെ ചുറ്റിനുമായി 649ഓളം ചെറു ശില്പങ്ങളെയാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ജയവിജയന്മാർ ദ്വാരപാലകരായിട്ടുള്ള വാമന ക്ഷേത്രമാണിത്. ശ്രീകോവിലിന് മുന്നിൽ കൊത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങളെല്ലാം ധർമ്മ, അർത്ഥ, കാമമോക്ഷങ്ങളെ പ്രതിനിധീകരിക്കുന്നവയാണ്. ഖജുരാഹോയിലെ ക്ഷേത്ര സമുച്ചയങ്ങളിൽ ഒരു ജൈന ക്ഷേത്രവുമുണ്ട്. ദിഗംബര സന്യാസിമാർ വസിക്കുന്ന ഈ ക്ഷേത്രത്തിലാണ് ദിവസവും പൂജയും ആൾപ്പാർപ്പുമെല്ലാം ഉള്ളത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണി കഴിപ്പിച്ച ജൈനക്ഷേത്രം തൊട്ടരികിൽ തന്നെ ഉണ്ടെങ്കിലും പുതുതായി പണിത കെട്ടിടങ്ങളിലാണ് പൂജയും മറ്റ് കർമ്മങ്ങളുമെല്ലാം നടക്കുന്നത്. ഏറ്റവും ഉയരമുള്ളത് ഖണ്ഡാരബിയൻ മഹാദേവ ക്ഷേത്രം. പാർശ്വനാഥ ക്ഷേത്രമാണ് ഏറ്റവും വലുത്. ഖണ്ഡായി, ആദിനാഥ, ബ്രഹ്മക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. നമ്മുടെ സദാചാരബോധത്തെയും ലൈംഗികതയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെയും നാണിപ്പിക്കുന്നതാണ് ഖജുരാഹോയിലെ ശില്പങ്ങൾ എന്നതാണ് ഖജുരാഹോ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള അപഖ്യാതി. മനുഷ്യൻ്റെ ആത്മാവിനെ മോചനത്തിലേക്കോ മോക്ഷത്തിലേക്കോ നയിക്കുന്ന 4 പുരുഷാർത്ഥങ്ങളിൽ ഒന്നാണ് കാമം. ഖജുരാഹോയിലെ ശില്പങ്ങളിൽ അശ്ലീലമില്ല. ജീവിതത്തിൻ്റെ ഉത്സവമാണിത്. 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്ത്യൻ ജീവിതത്തിൻ്റെ ദൃശ്യ ആവിഷ്കാരമാണ് ഇവിടെ കാണാനാവുക. ഇന്തോ ആര്യൻ ക്ഷേത്രകലയുടെയും വാസ്തുവിദ്യയുടെയും മാസ്റ്റർ പീസാണ് ഖജുരാഹോ ക്ഷേത്രങ്ങൾ. AD 900 1400 കാലഘട്ടത്തിനിടയിൽ പണിത പല ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള രതിശില്പങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഖജുരാഹോ എന്ന കൊച്ചു ഗ്രാമത്തിൽ മാത്രമാണ് ലോകം മുഴുവൻ നമിക്കുന്ന ശില്പവിസ്മയമുള്ളത്. ഗ്വാളിയാറിൽ നിന്ന് ട്രെയിനിൽ 6 മണിക്കൂറോളം സഞ്ചരിച്ചാൽ ഖജുരാഹോയിൽ എത്തിച്ചേരാം. വളരെ വൃത്തിയുള്ളതും മനോഹരവുമായ ഹൈവേയും എയർപോർട്ടും ഉണ്ട് എന്നതൊഴിച്ചാൽ വളരെ സാധാരണഗതിയിൽ ജീവിതം നയിക്കുന്ന ഗ്രാമവാസികളുള്ള മനോഹരമായൊരു പ്രദേശമാണ് ഖജുരാഹോ. ക്ഷേത്രങ്ങൾ കൂടാതെ സ്വാഭാവികമായുള്ള ഭംഗിയും വെള്ളച്ചാട്ടവുമെല്ലാം ഇവിടെ വന്നാൽ ആസ്വദിക്കാം. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളുടെ തനതു ഭംഗി നിറഞ്ഞ ഈ പ്രദേശങ്ങളിലാണ്
ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ശില്പവിസ്മയങ്ങളുള്ള ഖജുരാഹോ ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നത്. ഖജുരാഹോ വിശേഷങ്ങൾ പങ്കുവച്ച ഈ വീഡിയോ ഇഷ്ടമായവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുക.